ശേഷം ഈ ക്രിസ്മസ് ആഴ്ചയിൽ കുടുംബത്തോടൊപ്പം തിരിച്ചു വരാൻ പറ്റിയതിന്റെ സന്തോഷമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ മെറി ക്രിസ്മസ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന്, ഞങ്ങളുടെ ഇത് ഐറ്റം വേറെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഒരു കുറച്ച് ദിവസങ്ങളായി, കുറച്ച് എപ്പിസോഡുകളായി ഞാൻ ഇവരെയൊക്കെ മിസ് ചെയ്യുന്നു. ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം ഷാജോ ചേട്ടൻ, നസീർ ഖാൻ, പ്രചോദേട്ടാ. നിങ്ങൾക്ക് 3 പേർക്കും എന്റെ ഹൃദയം നിറഞ്ഞ മെറി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അറിഞ്ഞു. ഞാൻ ഒന്ന് സർവീസ് ചെയ്യാൻ കയറിയായിരുന്നു. എല്ലാം അറിഞ്ഞു. ഞങ്ങളെല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു വലിയ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അത് ഒരു 8 കിലോ എന്റെ കൊണ്ടുപോയ ഒരു പനിയായിരുന്നു. സൗദിയിൽ നിന്ന് വന്നതിന് ശേഷം കിട്ടിയതാണ്. ഏത് വഴിക്ക് വന്നു എന്നറിയത്തില്ല, ഏത് വഴിക്ക് പോയെന്ന് അറിയത്തില്ല. പക്ഷെ പോയപ്പോ ഒരു ആശ്വാസമുണ്ട്. ഞങ്ങളെല്ലാവരും ശരിക്കും ജീവനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ, പ്രത്യേകിച്ച് ലാസ്റ്റ് സ്പോൺസേഴ്സിന്റെ പേര് പറയുന്ന സമയത്ത് ഞാൻ എത്രയും പെട്ടെന്ന് ജീവയുടെ പനി മാറി അവനെ ഇവിടെ കൊണ്ടുവരണേ. ഷാജോടെ, ഇവിടെ പലർക്കിട്ടും പല മുട്ട വെച്ച് പലരും പോകാറുണ്ട്. പക്ഷെ ജീവിക്കിട്ടും മുട്ട വെച്ച് എനിക്ക് ആരാണെന്ന് അറിയത്തില്ല. പക്ഷെ ആ മുട്ട പണി കിട്ടിയത് ഷാജു ചേട്ടാ, സ്പോൺസേഴ്സിന്റെ രൂപത്തിൽ. അതുകൊണ്ട് ഇനി എന്തായാലും ഷാജു ചേട്ടൻ എനിക്ക് മുട്ടാക്കത്തിൽ നിന്നുള്ള 150% ഉറപ്പ്. അപ്പൊ എന്തായാലും ജീവൻ വന്നതിന്റെ ഒരു വലിയ സന്തോഷമുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്ക് സന്തോഷിക്കാൻ പറ്റുന്ന മറ്റൊരു ഉഗ്ര ന്യൂസോടുണ്ട്. എന്താണ്? നമ്മുടെ കലാഭവൻ പ്രചോദ് ഒരു സംവിധായകനാകാൻ പോകുന്നു. അനൗൺസ് ചെയ്തിരിക്കുകയാണ്. പ്രേമഭ്രാന്ത് എന്നാണ് സിനിമയുടെ പേര്. എബ്രിഡ് ഷൈനാണ് അത് എഴുതുന്നത്. എബ്രിഡ് ഷൈന്റെ മകനായ ഭഗത് എബ്രിഡ് ഷൈനാണ് അതിനകത്ത് നായകനാവുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? മലയാളികളുടെ സ്വന്തം നിവിൻ പോളി. അപ്പോൾ സംവിധാനം മേലങ്കി അണിയാൻ പോകുന്ന പ്രചോദ അളിയ, എല്ലാവിധ ആശംസകളും. ഇത് ഐറ്റം വേറെ ടീമിന്റെ ഈ ഫാമിലിയുടെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഈ ക്രിസ്മസ് വീക്കിൽ തന്നെ ഈ കാര്യം നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ ഈ വേദിയിൽ വെച്ചും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സന്തോഷമാണ് അല്ലേ? ഷാജൻ പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് വേണ്ടത്. സിനിമ ഈ പറയുന്ന പോലെ ഏപ്രിലേക്കൊക്കെ തുടങ്ങും. എന്തായാലും ഒരു നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്നു. ആ സാധിച്ച് തന്നെ വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. ബാക്കിയുള്ള എല്ലാം ഞങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. പ്രാർത്ഥിക്കുക. ഉഗ്രനാവട്ടെ. നമ്മുടെ ഐറ്റം വേറെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്കിപ്പം നമ്മൾ ക്രിസ്മസ് നമ്മൾ പൊളിക്കാൻ ക്രിസ്മസ് ആഘോഷത്തിന് തിരികൊളുത്താം. നമ്മൾ ചിരിക്കുന്നു. ഓക്കെ, മെറി ക്രിസ്മസ്. നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ ആഘോഷം. ജീവ, നമസ്കാരം. ഹാപ്പി ക്രിസ്മസ്. എന്താ? അല്ല, ഞങ്ങളെ പള്ളിയിലൊരു പ്രോഗ്രാം കിട്ടി ഞങ്ങൾക്ക്. അടിപൊളി, ഉഷാറായിട്ട് ഞങ്ങൾ എല്ലാവിധ ആശംസകളും പൊളിക്കും കേട്ടോ. നമ്മുടെ ഒരു പവർ കാണിക്കണം. ഓക്കെ, താങ്ക് യു. അല്ല, അവന് പോകാനല്ലല്ലോ വന്നത്. അല്ല, പോകാൻ വന്നതല്ല. പ്രോഗ്രാമിനെ കുറിച്ചൊരു ഡീറ്റെയിൽ പറയാനായിട്ട് വന്നതാണ്. പിന്നെന്താ ഒരു സന്തോഷ വാർത്ത എന്താണെന്നറിയോ? നമ്മുടെ ആ പള്ളിയിലെ പ്രോഗ്രാമിന് മിമിക്സ് നമ്മുടെ ഐറ്റം വേറെ ടീമുകൾ ആവശ്യപ്പെട്ടതാ. മതിയെന്ന് പറഞ്ഞു. നമുക്ക് രക്ഷയില്ല. ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ട് എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആ പെരുന്നാളിന്റെ ഡേറ്റ് വരെ മാറ്റി വെക്കാന്ന് പറഞ്ഞ് ഇത് നമ്മുടെ വിജയം. വിജയം. ഇനിയിപ്പോ അടുത്തൊരു ലക്ഷ്യം എന്താണെന്നറിയോ? ഈ പരിപാടിക്ക് നല്ലൊരു ആങ്കർ വേണം. അല്ല, മിടുക്കനായ ഒരു ആങ്കർ വേണം. മിടുക്കനും സുന്ദരനുമായിട്ടുള്ള ഒരു ആങ്കർ. ആങ്കർ വേണം. നല്ല സ്ഥലത്താണ് വന്നിരിക്കുന്നത്. എന്തിനാ വേറെ എവിടെയെങ്കിലും പോന്നേ? ജീവക്ക് സഹായിക്കാൻ പറ്റും. ജീവ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഒരുപാട് നല്ല ആങ്കർമാരെ അറിയാമല്ലോ. പിന്നെ നല്ല പേര് അവന്റെ മൊബൈൽ എടുത്ത് കാണും. ഒരുപാട് നല്ല ആങ്കർമാരെ. അല്ല, അപ്പൊ ഞാൻ ചെയ്യണ്ടേ? ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല ചെയ്യുമല്ലോ. അപ്പൊ പള്ളി പെരുന്നാൾ നടത്തണ്ടേ? നടത്താം. അതിന്റെ കൂടെ കാശ് താൻ അങ്ങനെയല്ലേ ചോദിക്കണേ? ഞങ്ങൾ ഫോണിൽ പറഞ്ഞപ്പോ ഭയങ്കര ഒരു പരിപാടി വിളിക്കുമ്പോ ഞാൻ അങ്ങനെ കാശിന്റെ പേരിലെ പിന്നെ എന്നെ അങ്ങനെയാണോ വേണ്ടേ? പകുതി പൈസക്ക് വരും. ഐറ്റം വേറെ കൂടെ അങ്ങ് വരും. ഐറ്റം വേറെ ടീം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ പകുതി പൈസക്ക് വരും. പകുതി പൈസ ഗ്യാരണ്ടി ആണോ? ഐറ്റം വേറെ ആണെങ്കിൽ പകുതി പൈസക്ക് വരും. അത് മതി. നിങ്ങൾ കൊണ്ടുവന്നൊരു പരിപാടിയല്ലേ? അപ്പൊ പിന്നെ ഞാൻ വരും. കാര്യം ഓക്കെ. ആങ്കറിന്റെ കാര്യം ഓക്കെ. അപ്പൊ ഇനി ഞങ്ങൾ ടോപ്പ് സിംഗറിന്റെ വേദിയിലേക്ക് ഒന്ന് പോവാണ്. അതിനകത്തിന് ടോപ്പ് സിംഗർ പാട്ടുകാർ വേണ്ടേ? പാട്ടുകാർ മസ്റ്റ്. പള്ളിയല്ലേ? അല്ല,
അതിനെന്തിനാ ടോപ്പ് സിംഗറിന്റെ പേരിൽ പോന്നേ? അത് നീ പാടാനാണോ? അല്ലെന്ന്. നമ്മുടെ പ്രോഗ്രാമിന്റെ പേരെന്തുവാ? ഇത് ഐറ്റം വേറെ. അപ്പൊ പിന്നെ നമ്മൾ ഒരുമാതിരിപ്പെട്ട ഐറ്റങ്ങളൊക്കെ ഇവിടെ എടുക്കുമല്ലോ. അത് സാധനം മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു പ്രോഗ്രാമിന് ചെല്ലുവാണെന്ന് പറഞ്ഞാൽ അടങ്കൽ എടുക്കുക. പാട്ടുകാര് നമ്മൾ വരാം. ഇവിടെ അസാധ്യമായിട്ട് പാടുന്ന പാട്ടാണ്. നിങ്ങൾ എന്നെ വർത്തമാനം നമ്മുടെ പിള്ളേർ പാടുവന്നേ. എന്റെ പൊന്നെ, എത്ര പേര് പാടും? ഒരാള്, രണ്ടാള്, മൂന്നാള്, നാലാള് ചോദിക്കരുത്. കണ്ടന്റ് പാടും. ഒന്ന് വിളിച്ചേ. പാടുന്ന എല്ലാരും ഞാൻ വരി വരിയായിട്ട് നിർത്തി പാടി കേൾപ്പിച്ചേരാ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പകുതി പൈസ അല്ല, അതിന് ഫുൾ പൈസ. ജീവൻ എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ പകുതിക്ക് ജീവൻ മാത്രം വന്നാ പോരാ, അവരുടെ പകുതി പൈസ. ക്രിസ്മസ് ഓഫർ എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം. പകുതി പൈസക്ക് അവിടെ ഒപ്പിച്ച് ഇവിടെ ഒപ്പിച്ച്. അപ്പം പാടുന്ന ആൾക്കാരെ വിളിക്കാം, കൂടെ സപ്പോർട്ടിന് ബാക്കിയുള്ളവർ വന്നാൽ പ്രശ്നമില്ലല്ലോ. സന്തോഷമേ ഉള്ളൂ. പാടുന്ന കേട്ടോ, എന്നിട്ട് പരിപാടി ബുക്ക് ചെയ്തോ. അപ്പൊ ഐറ്റം കലാകാരന്മാരെ മുഴുവനും വിളിക്കാം. എല്ലാവരും വെൽക്കം. സർവലോകർക്കും നന്മയും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉന്നിരണ്ടല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉന്നിരണ്ടല്ലോ. പിന്നിൽ താരകൾ പൊങ്ങി അവൻ പള്ളിക്കത്തെ അണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയാ, ആഘോഷം ഉണരുകയാ. ഇത് വളരെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ അല്ലേ? ഐറ്റങ്ങൾ ഇനിയും വരാൻ കിടപ്പുണ്ട്. ഈ കൂട്ടത്തിൽ എണ്ണം പറഞ്ഞ പാട്ടുകാരുണ്ട്. ആ പാട്ട് അങ്ങോട്ട് കേട്ട് ആസ്വദിക്കുക, എന്നിട്ട് പള്ളി പരിപാടി ഞങ്ങൾക്ക് തരിക. എല്ലാരും പാടുവോ? എല്ലാരും പാടത്തില്ല, പക്ഷെ എല്ലാരും കൂടെ പാടും. മെയിൻ ആൾക്കാരാണ് എന്റെ അടുത്ത് നിൽക്കുന്നത്, പപ്പാനി ഒഴിച്ച്. ഓക്കെ, പാട്ട് കേൾക്കാം. ക്രിസ്മസ് സ്പെഷ്യൽ പാട്ട്. അതെ, അത് മതി. എന്നാ പിടിച്ചോ. ദൈവമേ അലിയും സ്നേഹമേ ആശ നാളമേ അഭയം നൽകണേ. നിന്റെ ദിവ്യരാജ്യം മുൻപിടത്തിൽ വരണം, നിന്റെ ഉള്ളം ഭൂമിയിലെങ്ങും നിറയാ. മണ്ണും വിണ്ണും പാടും നിന്റെ പുണ്യഗീതം, പാരിടത്തിൽ ദൈവരാജ്യം നിറയാ. അന്നുള്ള ദിവ്യരോജം ഞങ്ങൾക്കെന്നും നൽകിടണം താതനാമഹേശ്വരേ. അന്നുള്ള ദിവ്യരോജം ഞങ്ങൾക്കെന്നും നൽകിടണം താതനാമഹേശ്വരേ. ആവാ ദൈവമേ അലിയും സ്നേഹമേ ആശ നാളമേ അഭയം നൽകണേ. ആദ്യത്തെ പാട്ടിത്. ആദ്യത്തെ സൂപ്പർ. അടുത്തത് പിടി. അതാണ് ഇനി വരാൻ പോകുന്നുള്ളൂ. ഇങ്ങനെ ചെയിനായിട്ട് നിങ്ങള് കൊച്ചു പ്രദീപ് എന്നല്ലേ കേട്ടിട്ടുള്ളൂ? പിന്നെ പ്രദീപ് എവിടെ പാടിയ ആൾക്കാർ പറയും പ്രദീപ് സോങ് സുന്ദരം എന്ന് പറയും. ഇത് ക്രിസ്മസ് ഓഫർ അല്ല, ഇത് ന്യൂസ് ആണ്, പുതിയ മനസ്സിലായി. അപ്പൊ നമ്മുടെ പരിപാടിക്ക് വരണ്ട, ഫോട്ടോ അടിക്കുകയാണെങ്കിൽ. പ്രദീപ് സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഹലോ, കേക്ക് നിങ്ങൾ കേക്ക്. അല്ല, അങ്ങനെ പഠിക്കണമെന്നുള്ള മോഹവുമായി സിംഹത്തിന്റെ മടയിൽ എവിടെയെങ്കിലും കേറിയായിരുന്നോ? കേറി കഴിഞ്ഞാൽ പൊറോട്ട കീറുന്ന മാതിരി കീറി കളയില്ലേ? അവിടെ ഇല്ലടാ. നാച്ചുറൽ ടാലന്റ്. പഠിച്ചിട്ടില്ലേലും സംഭവം സൂപ്പറായി. ഞങ്ങളുടെ പള്ളിയിലേക്ക് ഇയാളും മതി. പാടാൻ ഒരാളെ ഉറപ്പിച്ചു. അടുത്ത പിടിച്ചോ. അടുത്ത കൊടുക്കാം. വാതിൽ തുറക്കോ നീ കാലനെ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ. കുരിശിൽ പുളയുന്ന നേരത്വം ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശുമഹേശനെ. വാതിൽ തുറക്കോ നീ
ഇസ്ഹാക്കിൻ വംശീയർ വല്ലിൽ മുട്ടിട്ട പൊൻപൂവേ അബ്രഹാം പുത്രന ഇസ്ഹാക്കിൻ വംശീയർ വല്ലിൽ മുട്ടിട്ട പൊൻപൂവേ കണ്ണീരിലാഴുമ്പോൾ കൈനീട്ടരേണമേ കടലിലുമീതേ നടന്നവനേ വാതിൽ തുറക്കോ നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ കുരിശിൽ തുളയുന്ന നേരത്വം ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശുമഹേശനെ വാതിൽ തുറക്കോ നീ കാലമേ. കേൾക്കുന്നുണ്ടോ? കാതുകളൊക്കെ കേൾക്കുന്നുണ്ടോ? കേട്ടോ? ഒന്ന് പറയൂ. ഞങ്ങള് പേര് പോലെ തന്നെ ഇത് ഐറ്റം വേറെ അത്രേ ഉള്ളൂ. എല്ലാ ടീമും അല്ല രാജേഷേ നൈസായിട്ട് നമുക്ക് ഒരു പൊടിയും കൊച്ചായിട്ട് നിങ്ങളുടെ കയറ്റി വിട്ട് അതെ ടീച്ചറൊക്കെ മിക്സ് ചെയ്ത് അടി അടിക്കാം. അതാ നല്ലത്. അതാണ് നല്ലത്. പാട്ടും കിട്ടും എല്ലാം കിട്ടും. പിന്നെ പാടാൻ കൂടെ വനജ ടീച്ചറെ നിങ്ങൾ അറേഞ്ച് ചെയ്യണം അല്ലേ? അതെ അതെ. പിന്നെ നമുക്കും ഒന്ന് കാണാമല്ലോ. സുഹൃത്ത് ചെറുപ്പം മുതലേ പാട്ട് പാടുവോ? എത്ര വയസ്സിലാണ് തുടങ്ങിയത്? മീൻസ് പാട്ടിനോടുള്ളൊരു ഞാനൊരു 10ാം ക്ലാസ് മുതലൊക്കെ ചെറുതായിട്ട് പാടാൻ തുടങ്ങി. ചെറുതായിട്ട് പാടാൻ തുടങ്ങുമായിരുന്നു. സംഗീതം പഠിച്ചായിരുന്നോ? ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അടുത്ത ആളുടെ പാട്ട് അടുത്ത പാട്ട് നെക്സ്റ്റ് ഒരു ഫീമെയിൽ ആയിക്കോട്ടെ. ഇപ്പൊ രണ്ട് കേട്ടല്ലേ? മെയിൽ അല്ലേ കേട്ടെ? ഫീമെയിൽ ആയിക്കോട്ടെ. പിന്നെ പാട്ട് നമ്മുടെ ആസ്ഥാന ഗായിക അതെ. Come on, do the needful. ഫീമെയിൽ ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട് പറ. ഇപ്പൊ ഒരു സംശയം എന്താണെന്നറിയോ? എന്താ? ഞങ്ങളെ സ്കിറ്റ് താഴെ പോവോന്നൊരു സംശയം. സംശയം ഉറപ്പിച്ചു. സംഭവം ഒക്കെ അല്ലേ? മതി കുഴപ്പമില്ല അല്ലേ? സൂപ്പർ. ഉള്ളിടത്ത് നമ്മൾ പാട്ടുകൾ വെച്ച് ഫില്ല് ചെയ്യും. ഇതിൽ ആരും ആദ്യം തുടങ്ങി വെക്കുന്നുള്ള എല്ലാരും ഗംഭീരാണല്ലോ പാടുന്നവര്. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അടുത്ത ആരാ പാടണം? ഹലോ ഞങ്ങൾ ഇവിടുത്തെ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ കൂടെ മാത്രമല്ല ഗ്രൂമേഴ്സിനിടയ്ക്കും നല്ല ഗായകനുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇനി ഞങ്ങൾ പ്രൂവ് ചെയ്യാം. കൂട്ടത്തിൽ നല്ല കലാകാരന്മാരുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുള്ളതാണ്. ഉള്ളതാണ്. ഇപ്പൊ കണ്ടോണം. നല്ലൊരു ഗായകനുണ്ട്. അല്ല, അങ്ങനെ ഒരു ടോക്ക് പൊതുവെ ഉണ്ട്. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈക നായക ആത്മാവിലെയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥ. ഇത്
ഐറ്റം വേറെ. ഐറ്റം വേറെയാണ്. പാലോട് രാജേഷ് പാലോട് പറയുന്നല്ലേ കേട്ടിട്ടുള്ളൂ. ഇതാണ് ഐറ്റം. ഇതാണ് ഐറ്റം. പാട്ട് കേട്ടപ്പോ തന്നെ ഞാനൊന്ന് തലോടി പാലോടിനെ. എന്തായാലും ഇതൊരു ഒന്നൊന്നര ഐറ്റം ആയി. കഴിഞ്ഞിട്ടില്ല. ഇല്ലേ? ഇനിയുണ്ട്. പാൻഡ പാടാനുണ്ടോ? ഇനിയും പാട്ടുകാരുണ്ട്. ഹരി ഹരി കമോൺ ഹരി ഹരി. കരുണാമയനെ കാവൽ വിളക്കേ കനിവിൻ നാളമേ കരുണാമയനെ കാവൽ വിളക്കേ കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ നയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. എന്താല്ലേ എന്ത് ഇപ്പൊ പാട്ട് ഓക്കെ അല്ലേ? പാട്ട് ഓക്കെയാണ്. പക്ഷെ ശശാങ്ക, ഇവരെല്ലാം ഇപ്പൊ സോളോ പെർഫോമൻസ് ആണ് അല്ലേ? നമുക്ക് ഗ്രൂപ്പായിട്ടൊരു സോങ് അല്ലേ, ക്ലൈമാക്സ് അടിച്ചു പൊളിക്കാൻ വേണ്ടി ചെയിൻ സോങ് ഒക്കെ പോലെ എല്ലാരും കൂടി ഒരു അതുണ്ട്. ഉണ്ടാ കൂട്ടത്തിൽ പാടാൻ ആരൊക്കെ വരും? ആരൊക്കെ? എല്ലാരും പാടും. എല്ലാരും പാടുന്ന ഏത് പാട്ടാണ്? ചെയിൻ സോങ് ഏതൊക്കെയാണ്? ഇസ്രായേലിൽ നാഥനായി. പാടാം. നമ്മുടെ ജഡ്ജസ് 3 പേരും പാടുന്നവരാണ്. അല്ല ഞങ്ങൾ ഇതിലെ പാടി വിടുന്നുണ്ട്. പള്ളിപ്പെരുന്നാളിലും കീച്ച ഇവിടെ വേണം. അല്ല എനിക്ക് തോന്നുന്നു പകുതി പൈസ ഉള്ളത് പറഞ്ഞു ബാക്കി വലിച്ചു കളഞ്ഞു. അല്ല പകുതി പൈസക്ക് ഫ്രണ്ടിൽ നിന്ന് പാടില്ല, സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്യും. പൈസക്ക് പകുതി പാട്ടെങ്കിലും പാടിപ്പിച്ചിട്ട് ഈ ഫ്രണ്ടിൽ കയറി ആങ്കർ ചെയ്യണം. ഞാൻ ഫ്രണ്ട് തരാം. പക്ഷേ പകുതി പേരെ പറയുള്ളൂ. പേര് പറയണേ, പകുതിയെ പറയാതിരിക്കില്ല. അത്രേ ഉള്ളൂ. ഓക്കെ റെഡി. അപ്പൊ ഒരു ചെയിൻ സോങ്, ഒരു ലാസ്റ്റ് ഐറ്റം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം സത്യജീവമാർഗമാണു ദൈവം ഭക്തനായി ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം നിത്യജീവനെ കിടുന്ന ദൈവം അമപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറണമേ അമപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറണമേ ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം സത്യജീവമാർഗമാണു ദൈവം ഭക്തനായി ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം നിത്യജീവനെ കിടുന്നു ദൈവം അമപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറണമേ അമപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം
എങ്ങനെയുണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അതാണ്. അല്ല അപ്പൊ ഞങ്ങള് ഹാപ്പിയാണ്. എല്ലാം ഹാപ്പിയാണ്. സ്കിറ്റ് ഓക്കെ, പാട്ടോക്കെ, ആങ്കർ ഓക്കെ. അപ്പൊ അത് മാത്രമല്ല ഇനി കാശ് മാത്രം ഓക്കെ ആയാൽ മതി. അത് മാത്രമല്ല ഞങ്ങളുടെ കൂടെ റെജി എന്ന് പറഞ്ഞ അതൊരു ഒരു നല്ല ഗായകനാണ് റെജി. കാര്യം ഞങ്ങളുടെ കോർഡിനേറ്റർ ആണ്. പുള്ളിയുടെ ഒരു പാട്ടോട് നിങ്ങൾ കേട്ടിട്ട് പോയാൽ തീർച്ചയായിട്ടും കൊള്ളാം. ഒരുപാട് സ്നേഹത്തോടുകൂടെ കോർഡിനേറ്റർ റെജി കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഒരുമിച്ച് ഈ ഫ്ലോറിൽ എത്തിക്കുന്ന റെജി സാന്ദ്രയ്ക്ക് നല്ല കൈയടി. എല്ലാം പാട്ടും നിങ്ങളുടെ കോർഡിനേറ്റർ വരെ പാടും. അതെ, അല്ല റെജി ആ പാട്ട് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നുണ്ടല്ലേ? സ്പെഷ്യൽ റിക്വസ്റ്റ് നേരത്തെ പറഞ്ഞിരുന്നോ? റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് കേട്ടിട്ട് നിങ്ങൾക്ക് കൊള്ളാൻ എടുത്താൽ മതി. ഓക്കെ, അതൊന്ന് നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാം. ഓക്കെ, can you please play that music? ഏതാ നിങ്ങളുടെ പ്രോഗ്രാം? ഐറ്റം വേറെയാണേ. എങ്ങനെ? ഏതാ നിങ്ങളുടെ പ്രോഗ്രാം? ഐറ്റം വേറെയാണേ. കൗണ്ടർ കേട്ട് ചിരിക്കാൻ നസീറിക്കിഷ്ടം, ഷാജോൻ ചേട്ടനും ഇഷ്ടം. ഏതാ നിങ്ങളുടെ പ്രോഗ്രാം? ഐറ്റം വേറെയാണേ. കൗണ്ടർ കേട്ട് ചിരിക്കാൻ നസീറിക്കിഷ്ടം, ഷാജോൻ ചേട്ടനും ഇഷ്ടം. കോമഡി ഫ്ലോറിൽ കേറാം, ചുമ്മ കൊടുക്കാം, മലയാളിക്കര നെഞ്ചിലെത്തിയ കോമഡി കാണാം. കോമഡി ഫ്ലോറിൽ കേറാം, ജീവയ്ക്കുമ്മ കൊടുക്കാം, മലയാളിക്കര നെഞ്ചിലെത്തിയ കോമഡി കാണാം. കോമഡി മാത്രം ചെയ്യാം, ഗോൾഡൻ പഞ്ചിലിറങ്ങാം. കോമഡി മാത്രം ചെയ്യാം, ഗോൾഡൻ പഞ്ചിലിറങ്ങ. ഏതാ നിങ്ങളുടെ പ്രോഗ്രാം? വേറെയാണ്. കൗണ്ടർ കേട്ട് ചിരിക്കാൻ നസീറിക്കിഷ്ടം, ഷാജോൻ ചേട്ടനും ഇഷ്ടം. വിടരുത്, ബാക്കിയുണ്ട്. നമ്മുടെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ പുള്ളിയെ പറഞ്ഞു. നമ്മുടെ ഫുൾ ഐറ്റം ഫ്ലോറ് ഒരു നല്ല കൈഡി അതുല്യ പ്രതിഭയ്ക്ക്. ഇതൊരു ചെറിയ കാര്യമല്ല. അല്ല, സാധകത്തിന്റെ കുറവുണ്ട്. നിങ്ങളല്ല, ഞങ്ങളാണ് ഭാഗ്യം ചെയ്തത്. 2 വാക്ക് ഞങ്ങൾ ഇവിടെ വന്നത് കേൾക്കാനുള്ള ഒരു ഇത് ഞങ്ങൾക്ക് കിട്ടിയില്ല. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഭാഗ്യമൊന്നുമല്ല, മുൻജന്മ സുഹൃതം. നമ്മുടെ പരിപാടിക്ക് ഇത് കട്ട് ചെയ്തിട്ട് ബാക്കിയായിരിക്കും അവതരിപ്പിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, ശമ്പളമൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നില്ല. അല്ല, എനിക്ക് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദ്രോഹം നമ്മുടെ ഈ ചാനലിനോട് ഇങ്ങനെ ചെയ്യാൻ? നമ്മളോടൊക്കെ ശ്രീകണ്ഠൻ നായർ സാറിന് മുഖം ഓർത്തിരുന്നെങ്കിൽ ഇത് ചെയ്യാൻ തോന്നുന്നു. ജീവയ്ക്കുമ്മ കൊടുക്കുക ആ വരിയൊക്കെ ഭയങ്കര. അത് ആക്ച്വലി തൊട്ട് കേട്ടോ. ബാക്കി എനിക്ക് അത്രയും, പക്ഷെ ജീവയ്ക്കുമ്മ കൊടുക്കാം അതെനിക്ക് എനിക്ക് ഒരു ഗ്യാപ്പ് വന്നു. ഒന്ന് ഇരുന്നു അവിടെ. അല്ല, അതെ പുള്ളിക്ക് എന്റെ പേര് അതിനകത്ത് ഉൾക്കൊള്ളിച്ച് പാടാൻ എന്നെ പ്രചോദം ഒപ്പിക്കാനൊക്കെ അല്ല പാടി എത്തിക്കാൻ പറ്റും. ആ മീറ്ററിൽ നിൽക്കൂല പ്രചോദം. നിങ്ങൾക്ക് ഇത് വേണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കാം. എന്നിട്ട് ബാക്കി എങ്ങനെ വെച്ചാൽ അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചില്ലേ വേണ്ടത്? ആദ്യം തന്നെ പറഞ്ഞല്ലോ, ജീവ പറഞ്ഞല്ലോ ഇത് വേണ്ട, ബാക്കി 2 വാക്ക് പ്ലീസ്. ഞാനിപ്പം പറഞ്ഞിട്ട് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല, എന്ത് പറയാത്ത അവസ്ഥ. നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ ഒരാളെ വിളിച്ചു നിർത്തി എന്തിനാണ് നിങ്ങൾ കളിയാക്കുന്നൊക്കെ ചിലർ ചോദിച്ചേക്കാം. പക്ഷെ സത്യാവസ്ഥ അതല്ല. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്ന് പൊളിച്ചടുക്കിയിട്ട് പോയ ഒരു കൊച്ചുമിടുക്കിക്ക് വേണ്ടിയിട്ട് പാരഡി പാട്ട് എഴുതി കൊടുത്ത ആളാണ് റെജി. റെജിയുടെ വോയിസിൽ ആ കുട്ടിക്ക് അയച്ചു കൊടുത്ത ഓഡിയോ ആണ് നമ്മളിപ്പോ ഇവിടെ പ്ലേ ചെയ്തത്. ഒരിക്കലും റെജീനെ നമുക്ക് പേര് നവമി എന്നാണ്. നവമി നന്ദുവിന് വേണ്ടിയിട്ട് അല്ലേ? നവമി നന്ദുവിന് വേണ്ടിയിട്ട് റെജി എഴുതിയ പാരഡിയാണ് നവമി നന്ദു എന്ന് ഇവിടെ പാടി. അന്ന് പലരുടെയും മുന്നിലേക്ക് നമുക്ക് റെജീനെ പരിചയപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ റെജീനെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശം കൂടിയുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആളുകള് കോർഡിനേഷൻ മാത്രമല്ല എന്തും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. റെജി, ഈ പ്രോഗ്രാമിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആര് സഞ്ചരിക്കാത്ത വഴികളിലൂടെ നമ്മൾ എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇൻക്ലൂഡിംഗ് റെജി. അതെ, കലക്കി റെജി. താങ്ക് യു. അടിപൊളി. അപ്പൊ പ്രേക്ഷകരെല്ലാവരും ഞങ്ങളുടെ പ്രോഗ്രാം കാണാൻ വരിക. അതെ, ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ അടിച്ചു പൊളിക്കാൻ. അപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ നമ്പർ 9746656260. ഈ നമ്പറിലേക്ക് ഇതാരുടെ നമ്പർ? നിന്റെ നമ്പറിലേക്ക് കൊടുത്തു. 10 പരിപാടി കിട്ടിയ പൊളി. അങ്ങനെ പിന്നെ ആ നമ്പറിൽ വിളിച്ചാൽ മതി. ആ നമ്പറിൽ വിളിച്ച് പരിപാടി ബുക്ക്. ഇപ്പൊ നമുക്ക് ഇനി സ്കിറ്റ് കാണാം. എന്നാ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങി പോകും.
എവിടെ വന്ന കണ്ടത് ഏത് വഴിക്ക് പോയി ഹാപ്പിയല്ലേ സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിലൊരാരോമരുന്നിരങ്ങല്ലോ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ്, അടുത്ത ടീം കോവളം പ്രസാദേട്ടനുണ്ട്, മനു കുമാരി ഉണ്ട്, കൂടെ അഭിജിത്ത്. ഇത് തുമ്പി ഈ വീട്ടിലെ മൂത്ത മകളാണ്. 42 വയസ്സായെങ്കിലും ഇതുവരെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഇത് തുമ്പിയുടെ അനുജത്തി തത്തമ്മ, വയസ്സ് 40. തത്തമ്മയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. കാരണം തുമ്പിയെ കാണാൻ വരുന്നവർക്കൊക്കെ തത്തമ്മയാണ് ഇഷ്ടപ്പെടുന്നത്. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ടേ ഞാൻ കിട്ടൂ എന്ന വാശിയിലാണ് തത്തമ്മ. മക്കളെ, ഇപ്പോൾ ഒരു ശബ്ദം കേട്ടില്ലേ? ആ ശബ്ദം തുമ്പിയുടെയും തത്തമ്മയുടെയും അച്ഛനായ ഗോപിച്ചേട്ടൻ്റെതാണ്. ഇയാൾ ഒരൊറ്റ മനുഷ്യനാണ് ഈ മക്കളെ അമിതമായി കൊഞ്ചിച്ചും ലാളിച്ചും ഇത്രമേൽ വഷളാക്കിയത്. 40-42 വയസ്സായെങ്കിലും ഇപ്പോഴും 10 വയസ്സിന്റെ കൊഞ്ചലും സ്വഭാവവുമാണ് ഈ മക്കൾക്ക്. ഈ അച്ഛൻ ഈ മക്കളെ സ്നേഹിക്കുകയും സഹിക്കുന്നതും പോലെ ഈ സ്കിറ്റ് തീരുന്നതുവരെ നിങ്ങളും ഈ മക്കളെ സ്നേഹിക്കുകയും സഹിക്കുകയും ചെയ്യണേ. വെണ്ണിലവ് കണ്ണ വച്ച വെണ്ണക്കൂടമേ, വെള്ളി വെയിലും വച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ. 2 അടി കുറവുണ്ട്. അപ്പേ അളന്ന് വരുമായിരുന്നോ? 2 അടിയുടെ കുറവുണ്ടെന്നോ? അതല്ല, നിങ്ങൾക്ക് 2 പേർക്കും 2 അടിയുടെ കുറവുണ്ട്. എന്തിനാ അപ്പേ? എന്ത് കോലമാണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? ആരാ എന്നെ ഈ കോലത്തിലോട്ടാക്കിയത്? ആരാണ് ആക്കിയത്? തത്തമ്മേ തുമ്പി നിർത്ത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കുവാൻ, ഇനി മേലെ ഇങ്ങനെ കുസൃതി കാണിക്കുവാണെന്നുണ്ടെങ്കിൽ 2 എണ്ണത്തിനും ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളയും. അപ്പൊ നമ്മളെ കൊണ്ട് കളയൂല്ലേ? നമ്മളെ കളഞ്ഞ പൂച്ചാണ്ടി പിടിക്കത്തില്ലേ അപ്പേ? അച്ഛയുടെ തുമ്പിക്കുട്ടി ആരാണ്? അച്ഛയുടെ തത്തമ്മക്കുട്ടി ആരാണ്? ഞാനല്ല. 2 പേരും അച്ഛൻ്റെ അടുത്ത് വരത്തില്ല? ഇല്ല. ഞാൻ വിളിച്ചാ വരത്തില്ല? എന്നാ 2 പേരും ഇങ്ങോട്ട് വരുത്താനുള്ള വഴി എനിക്കറിയാം. അച്ഛട്ട പൊന്നാണ്, അച്ചച്ചി മുത്താണ്, അച്ഛട്ട കുഞ്ഞാണ്, അച്ഛട്ട കിളിയാണ്, അച്ഛട്ട 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 മുത്താണ്. അപ്പൊ ഇനി ഞങ്ങളുടെ പിണങ്ങല്ലോ കേട്ടോ, ഞങ്ങൾക്ക് സഹിക്കത്തില്ല അപ്പേ. നിങ്ങളോട് ഇനി അപ്പൊ ഒരിക്കലും പിണങ്ങത്തില്ല. സത്യാണല്ലോ? സത്യം ആണോ? തട്ടി തത്തി എനിക്ക് തട്ടി തത്തി. പിന്നെ മക്കളെ, എനിക്ക് നിങ്ങൾ 2 പേരോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. എന്താ അപ്പേ? അപ്പൊ ഇന്നോ നാളെയോ പറയുന്നില്ല. എന്തായാലും വന്നതല്ലേ മക്കളെ. ദാണ്ടേ ഈ പാലങ്ങോട്ട് 2 പേരും പാല് 2 പേരും കുടിക്കാൻ. അപ്പയാ പറഞ്ഞ പാല് 2 പേരും കുടിക്കാനായിട്ട്. അപ്പൊ അപ്പയ്ക്കോ? അപ്പയ്ക്ക് വേണ്ട മക്കളെ, നിങ്ങൾ കഴിക്കുന്നതാണ് അപ്പയുടെ സന്തോഷം. നിങ്ങൾ കഴിച്ചിട്ട് എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ ആ കുറച്ച് സാധനം ഞാൻ കഴിച്ചോളാം. കുടിച്ചോ. അപ്പക്കില്ലേ അപ്പയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, അപ്പ കുറച്ചേ കുടിക്കത്തുള്ളൂ. നിങ്ങൾ കഴിച്ചതിന്റെ ബാക്കി അത്രയും മാത്രം. നല്ല അപ്പല്ലേ? മക്കളെ, നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് 10 വയസ്സുള്ള സമയത്ത് നാടകം തുടങ്ങി നിങ്ങളുടെ അമ്മ സൗദാമിനി നിങ്ങളെ 2 പേരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടങ്ങ് പോയി. ഇതെന്താണെന്ന് അറിയാവോ? കൊടവയറല്ലേ? അല്ല, ഇവിടെ തത്തേ ഇവിടെ തുമ്പി ഇരുന്നതാണ്. അപ്പൊ അപ്പയുടെ വയറ് തത്തക്കും തുമ്പിക്ക് ഇരിക്കാത്ത മരത്തിലാണോ അപ്പ? അയ്യോ,
ഏറ്റില്ല. പിന്നെ മോളെ തുമ്പി, അപ്പുറത്ത് നമ്മുടെ ചെടിച്ചട്ടിയുടെ അവിടെ കുറച്ച് കല്ല് കിടപ്പും, അതെല്ലാം എടുത്ത് അങ്ങോട്ട് മാറ്റി പുറകെ കൊണ്ടിടണം. ശരിയപ്പേ. തുമ്പിയോട് പോകാൻ പറഞ്ഞപ്പോ നീ എന്തിനാടി പോണത്? അപ്പേ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് മോശമല്ലേ അപ്പേ? ഏറ്റില്ല. അയ്യോ, സൂപ്പർ കോമഡി, അടിപൊളി കോമഡി. ഇങ്ങനത്തെ കോമഡിയാണ് പറയേണ്ടത്. ഞാനങ്ങനെ എവിടെ ചിന്തിക്കുന്നുവോ അവിടെ കോമഡി. ശൗചാലയം ആ നിലവാരത്തിലുള്ള കോമഡി ആപ്പി അവിടെ അടിച്ചത്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങളുടെ അമ്മ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടവളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ രണ്ടുപേരോട് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അപ്പൊ ഇന്നോ നാളെ ഞാൻ പറയുന്നില്ല. എന്തൊരു കഷ്ടമാണ്. എന്റെ സൗദാമിനി, നീ ഇതൊക്കെ കേൾക്കുന്നില്ലേ? ഗോപിയേട്ടാ, മക്കളെ വിഷമിപ്പിക്കല്ലേ. നന്നായിട്ട് നോക്കണം. ഞാൻ ഈ ആകാശത്ത് നക്ഷത്രമായിട്ടിരുന്ന എല്ലാം കാണുന്നുണ്ട്. ഇത്രോ നക്ഷത്രത്തിലൊക്കെ ഈ ടോപക്കുന്ന നക്ഷത്രം ഏതാണെന്ന് പറഞ്ഞൂടല്ലേ? കാര്യം ചെയ്യണ്ടാ, വന്ന് ബ്രെഡ് കഴിക്കേ. വേണ്ട അപ്പയാ പറയുന്ന വന്ന് ബ്രെഡ് കഴിക്കേ. ബ്രെഡ് കഴിക്കാൻ ഞങ്ങൾ കഴിക്കത്തില്ല. നിങ്ങളെ ഇതെങ്ങനെ കഴിപ്പിക്കണമെന്ന് അപ്പക്കറിയാം. തപ്പോട്ടുണ്ണി തപ്പോട്ട്, പാപ്പച്ചി പാപ്പച്ചി തപ്പോട്ട്, അപ്പം തിന്നാൻ തപ്പോട്ട്, തപ്പോട്ടുണ്ണി തപ്പോട്ട്. മതിയാ നിറഞ്ഞ ഇത്ര പെട്ടെന്ന്? അതല്ലേ ഈ മാട്ട പാട്ട് മതിയെന്ന്. അങ്ങനെയായില്ലേ? അച്ഛന്റെ പാട്ട് ഇപ്പൊ മാട്ടപ്പാട്ട്. അച്ഛൻ വെറും മാട്ട. അയ്യോ, അപ്പൊ നല്ല പാട്ടാച്ചാ. നല്ല കിടിലം പാട്ടാച്ചാ. കിടിലം പാട്ട്. സൂപ്പർ പാട്ട്. സൂപ്പർ പാട്ടാണ്. താങ്ക് യു. എന്തിനാ സൂപ്പർ പാട്ടെന്ന് പറഞ്ഞേ? എവിടെങ്കിലും ചെന്ന് കയറി കൊടുക്കട്ടെ, അവിടെ പാട് ഓടുന്ന് കിട്ടും. അത്ര തന്നെ. മക്കളെ, എനിക്ക് നിങ്ങളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഇന്നോ നാളെയോ എന്റെ സൗദാമിനി, നീ ഇവരുടെ രണ്ടുപേരുടെ ഇടക്കായിട്ട് അങ്ങ് പോയി. ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന നീ കാണുന്നുണ്ടോ? ഗോപിയേട്ടാ, മക്കളൊന്ന് പിണങ്ങിയല്ലേ? അനുഭവിച്ചോ. നിങ്ങൾ ഒരൊറ്റ മനുഷ്യനാ ഇവരെ കൊഞ്ചിച്ചും പുന്നാരിച്ചും ഇത്രയും വഷളാക്കിയത്. അതാ ഇതെല്ലാം എനിക്ക് കിട്ടും. ഞാൻ കരഞ്ഞില്ല. അപ്പയുടെ ചങ്കൊന്ന് പെടഞ്ഞാൽ അറിയാൻ ഞങ്ങൾക്ക് എന്താന്ന്. എന്തിനാ കരഞ്ഞെന്ന് പറയട്ടെ. ഇന്നും സവാള എറിഞ്ഞല്ലേ? ഇന്നും ചപ്പാത്തി ഉള്ളിക്കറിയും. നിങ്ങൾ ഇങ്ങനെ തുള്ളിക്കളിച്ച് നിങ്ങൾക്ക് എത്ര വയസ്സായെന്നുള്ളൊരു ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടോ? അപ്പൊ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? എത്ര കല്യാണാലോചനകൾ ഇവിടെ വന്നെന്നറിയാവോ? എല്ലാം എന്നെ കാണാൻ വരുന്ന കല്യാണ പയ്യന്മാരെല്ലാം തത്തമ്മ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ടല്ലേ പോണത്. അവസാനം തത്തമ്മ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകുമ്പോ ഞാൻ ഈ വീട്ടിനകത്ത് മൂക്കിൽ കൂടെ പല്ലും തടിച്ചീർപ്പനായി എന്റെ പൊന്നു മോളെ, നീ മിണ്ട. നിന്നെ കെട്ടാനും ഒരാള് വരും. അങ്ങ് ദൂരേന്ന് അലങ്കരിച്ച കുതിരവണ്ടിയിൽ മാലാഖമാരുടെ അകമ്പടിയോടുകൂടി ഒരുപാട് സമ്മാനങ്ങളും ബലൂണുമായിട്ട് ഒരു രാജകുമാരൻ വരും. എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പനെ വേണ്ട. ക്രിസ്മസ് അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞത് ഞാൻ പറയാം. വേണ്ട, ചുവന്ന കസേരയിൽ ചെറുക്കരിക്കണുണ്ടോ? വലിയ സൗന്ദര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ ഒരു പയ്യൻ മതി എനിക്ക്. സംഭവം കുഴപ്പമൊന്നുമില്ല, പക്ഷെ മോളുടെ അത്ര സൗന്ദര്യം ഇല്ല. വേണ്ടപ്പേ, അല്ലേലും അത് വേണ്ട. എന്താ മോളെ? ശരിയാവത്തില്ല. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയപ്പോഴേ എന്റെ കുറുകെ വന്ന് ചാടിയിട്ട് പറയുവാ 98472905 എഴുതിയെടുത്തോളാം. അങ്ങനെ പറഞ്ഞ മോളെ അപ്പയുടെ നമ്പർ എന്ന് പറഞ്ഞേടി. 98 ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നു. ഇപ്പൊ കണ്ട ഒരുത്തം വന്ന് നമ്പർ പറഞ്ഞപ്പോ അതങ്ങ് ഫീഡ് ചെയ്തു. സ്വന്തം തന്തയുടെ നമ്പർ നമുക്ക് അറിഞ്ഞൂടാ. എന്തോ ചെയ്യാനാണ് എന്റെ പൊന്നു മക്കളെ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ട് പറയാൻ പോവാ. അപ്പൊ ഇന്നോ നാളെ കൊണ്ടു നിർത്താവോ? എന്നെ കൊണ്ടത് പറയാൻ സമയം. അപ്പൊ ഇന്നോ നാളെയോ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും ആഹാരം മേടിക്കണം. ഇത് പറയാൻ സമ്മതിപ്പിക്കട്ടെ. എന്റെ പൊന്നു മക്കളെ, നിങ്ങളത് പറഞ്ഞ എന്റെ ജീവനാണ്. നിങ്ങൾ രണ്ടുപേരും എന്റെ സന്തോഷമാണ്. നിങ്ങൾ ഇനി എത്ര വലുതായെന്ന് പറഞ്ഞാലും അപ്പയുടെ സ്വന്തം മക്കള് തന്നെയാണ്.
എന്തോ പറയാനാ, കുഴമ്പ് മേടിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ പൈസക്ക് പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു കൊടുക്കട്ടെ. എന്റെ ദൈവമേ, എവിടുന്നെങ്കിലും ഒരു 25,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ പട്ടായി പോയി മുട്ടന്ന് തിരുമ്പിക്കായിരുന്നു. ആ കൊള്ളാല, ഇതാണ് പ്രശ്നം. എപ്പോ നോക്കിയാലും കിടന്നങ്ങ് ഉറങ്ങിക്കണം. ഭക്ഷണം കഴിക്കണം എന്നുള്ള വല്ല ചിന്തയുണ്ടോ നിങ്ങൾക്ക്? തുമ്പി എഴുന്നേറ്റേ, തത്തമ്മേ എഴുന്നേറ്റേ. എഴുന്നേക്കുന്നതാണ് നല്ലത്. എന്തൊരു കഷ്ടമാണ്. ഇവര് കഴിക്കാതെ എനിക്ക് വല്ലതും കഴിക്കാൻ പറ്റുമോ? എന്റെ കുഞ്ഞുങ്ങൾ കഴിക്കാതിരിക്കാൻ നേരത്ത് ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത്? അതുകൊണ്ട് മക്കൾ ഇങ്ങോട്ട് എഴുന്നേറ്റേ, ഇങ്ങോട്ട് എഴുന്നേറ്റേ. ഇതെന്നാ വീരപ്പനും? അത് ശരി. അപ്പം ഉറക്കം തടിച്ച് രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ആഹാരം കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ദിവസവും പട്ടിണി. കൊള്ളാം മക്കളെ, കൊള്ളാം. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം കണ്ട് പഠിക്കണം. എല്ലാ ദിവസവും രാവിലെ 5 മണിയാകുമ്പോ നിങ്ങളുടെ അമ്മ എഴുന്നേക്കുമായിരുന്നു. എന്നിട്ട് കുളിച്ചീറനണിഞ്ഞ് നേരെ തുളസിത്തറയിൽ വന്ന് വിളക്ക് വെക്കും. എന്നിട്ട് അവിടുന്ന് ഒരു തുളസിക്കതിരെടുത്ത് നേരെ തലയിലേക്ക് അങ്ങ് ചൂടും. എന്നിട്ട് അടുക്കളയിലേക്ക് കയറത്തുള്ളൂ. അടുക്കളയിൽ കയറി നേരെ ജനലേക്ക് തുറന്നിട്ട് അപ്പുറത്തെ തങ്കമ്മേനെ വിളിക്കുന്ന തെറി. ആ തെറി കേട്ടാണ് ഞാൻ എഴുന്നേറ്റോണ്ടിരുന്നത്. ആ തിങ്കളാണ് ഇപ്പൊ എനിക്ക് തരാതെ ആഹാരം കഴിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? ഞങ്ങളല്ലേ ഉള്ളു, കരയല്ലേ? എന്റെ സൗദാമിനി, നീ ഉണ്ടായിരുന്ന സമയത്ത് എന്തൊരു രസമായിരുന്നു ഇവരുടെ കുട്ടിക്കാലം. അയ്യോ, മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, നിനക്കെന്നും ഉറങ്ങിടാനൊരു ചിപ്പിയാണിയമ്മ. കാൽത്തളയിൽ കൈവളയിൽ കിലുകിലെ നീ. ഇങ്ങോട്ടോ. ആര് പറഞ്ഞു ഇവിടെ കിടന്ന് ഇങ്ങനെ തുള്ളാനായിട്ട്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൊഞ്ചയും കുഴയും ചെയ്യുന്നത്? എടാ റജീസാന്ദ്രേ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് നിന്റെ പിള്ളേരെ വീട്ടിൽ ഇരുത്തണം. എടാ, മക്കളുള്ള കാര്യമൊക്കെ ശരി തന്നെയാ. പക്ഷെ അവരിപ്പോഴേ ഇങ്ങനെ കൊഞ്ചിച്ച് വളർത്തരുത്. കൊഞ്ചിച്ച് വളർത്തി കഴിഞ്ഞാ താണ്ടെ ഇതുപോലെ ആയിപ്പോ. അപ്പനെ മക്കൾക്ക് നല്ലൊരു കൈഡി. അടിപൊളിയായിരുന്നു കേട്ടോ. പ്രചോദേട്ടാ, മനു, അഭിജിത്ത്, പ്രസാദ്, ഗംഭീര സ്കിറ്റായിരുന്നു. ഗംഭീരമായിരുന്നു. എടുത്തു പറയുന്നത് ഒരു ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സാധനം എടുത്തിട്ട്, സാധനം ശരിയാണ്, ഇങ്ങനെ കൊഞ്ചിച്ച് വളർത്തുന്ന പിള്ളേരെ സംബന്ധിച്ചോളം പ്രായം ഏറെ ആയാലും അവരുടെ സംസാരങ്ങളും പ്രവർത്തികളും ഒക്കെ ഇങ്ങനെയായിരിക്കും. കാര്യം അവരെന്ത് പറഞ്ഞാലും ഫീൽ ചെയ്യും. ഇതിനകത്ത് ഒരു സാധനം, മാസ്റ്റർ പീസ് സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ ഇന്നോ നാളെയോ എന്ന് ഒരു ഉഗ്രം കൈഡി. കാര്യം ആ സാധനം മീറ്റർ കറക്റ്റാണ്. നിങ്ങളൊരു സീരിയസ് വിഷയമാണ് പറയുന്നത്. കാര്യം അകത്തെ പാട്ടൊക്കെ വന്ന് നിങ്ങൾ സീരിയസ് ആയിട്ട് അത് പറയുന്നു. അതിനകത്ത് നിന്നുകൊണ്ട് എവിടെയൊക്കെ കോമഡി കയറ്റാമോ അത് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും, പ്രസാദിൻ്റെയും അഭിജിത്തിൻ്റെയും കൗണ്ടറുകൾ നല്ല രസമായിരുന്നു. കറക്റ്റ് പോസ്റ്റ് ചെയ്തുള്ള കൗണ്ടറുകളായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ മനു ആ സാധനം പറയുന്നതാണ്, അച്ഛൻ ഇന്നോ നാളെ എന്നുള്ളത്. അത് ക്ലൈമാക്സിൽ കൊണ്ട് തീർക്കുന്നതൊക്കെ വളരെ ഭംഗിയായിട്ട് ലാൻഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ഓൾ ദി ബെസ്റ്റ്. 3 പേർക്ക് മനു, അഭിജിത്ത്, പ്രസാദ്, നല്ല സ്കിറ്റായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. പ്രസാദും അഭിജിത്തും ആ കോസ്റ്റ്യൂം ഇട്ടിട്ട് നിങ്ങൾക്ക് നല്ല നല്ല ക്യൂട്ടായിരുന്നു. സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരുടെയും ഒരു പ്രസന്റേഷനും അതിൻ്റെ ഒരു രസമുണ്ട്, നല്ല കോസ്റ്റ്യൂമിലും ഒക്കെ. പിന്നെ പ്രസാദ് വന്നിട്ടുള്ള പ്രസാദ് ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ കൊണ്ട്, പ്രസാദ് ഒരു ഡാൻസറും കൂടെ ആയതുകൊണ്ട് അഭിജിത്തിനെ ആ കൂട്ടത്തിൽ അങ്ങോട്ടൊക്കെ കൊണ്ടുവന്നു. രണ്ടുപേരും നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുമ്പാരി വന്ന്, കുമ്പാരിയുടെ ഒരു ഏരിയ ചിരിച്ചെന്റെ കയ്യിൽ നിന്ന് പോയതും മറ്റതാ. അമ്മ രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ടേ അടുക്കളയിൽ കയറുള്ളൂ. അതും തുളസിക്കതിര് ഇത് വെച്ചിട്ടേ അടുക്കളയിൽ കയറും. ജനലങ്ങോട്ട് തുറന്നിട്ട് ഒരു ശാന്തയെ വിളിക്കുന്ന തെറി അത് കേട്ടാ ഞാൻ എന്നും എഴുന്നേക്കുന്നത്. അതൊരു ഗംഭീര കണ്ടുപിടുത്തമായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാവിലെ ലാസ്റ്റ് ആ 2 കുട്ടികൾ വന്നില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവര് ഫ്ലാഷ് ബാക്കിലേക്ക് പോവാന്ന്. പക്ഷെ അതല്ല, റജീന ചീത്ത പറഞ്ഞ് റജീന മക്കളാണ്. മേലെ പിള്ളേരെ ഇങ്ങനെ ലാളിച്ച് വളർത്തരുത്. കൃത്യമായിട്ടുള്ള പ്രായങ്ങളിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. അത് കൃത്യമായിട്ട് പേരൻസ് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് നിങ്ങൾ ഈ സ്കിറ്റിലൂടെ കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, നല്ല കണ്ടന്റ് ആയിരുന്നു കേട്ടോ. ആ കണ്ടന്റിന്റെ ഒരു ഗുണമാണ് ആ സ്കിറ്റിലുള്ളത്. ഇത്രയും പ്രായമായ 2 മക്കള്, അതിനെ സ്നേഹിച്ച് നോക്കി വളർത്തുന്ന ഒരു പ്രായമായ ഒരു അച്ഛൻ ഇവരെ കെട്ടിക്കാത്തതിന്റെ കാര്യം എന്താന്ന് നമുക്ക് മനസ്സിലായി. കാര്യം അച്ഛനൊന്നും കഴിക്കുന്നില്ല, മക്കള് കഴിക്കുന്നതിന്റെ അവർ ബാക്കി മാത്രമാണ് കഴിക്കുന്നത്.
അങ്ങനെയുള്ളൊരു അച്ഛനെ നമ്മൾ ആദ്യം കാണുക. അത് അവരെ കൊണ്ട് കഴിപ്പിക്കില്ല, വായിലേക്ക് വെക്കുമ്പം തന്നെ കിട്ടിയില്ല. തന്നില്ല. നല്ല രസമുള്ളൊരു സ്കിറ്റ്. കാര്യം ഒരു വ്യത്യസ്തത ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്തു. നമ്മളിപ്പോൾ ഈ കുറച്ചായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതിലൊക്കെ ഒരുപാട് പുതുമകളുണ്ട്. സബ്ജക്റ്റ് കണ്ടെത്തുന്നതിൽ നമ്മുടെ ആർട്ടിസ്റ്റുകളും അതേപോലെ നമ്മുടെ ഗ്രൂമേഴ്സും ഒക്കെ ഒരുപാട് പുതുമകൾ കൊണ്ടുവരും. നമ്മുടെ ഈ ഫ്ലോറിൻ്റെ സ്കിറ്റിൻ്റെ റൂട്ട് തന്നെ വേറൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്നുള്ളത് മനസ്സിലാക്കിയാണ് നമ്മുടെ യാത്ര ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ ആർട്ടിസ്റ്റുകളും ഗ്രൂമേഴ്സിനും ഒരു പ്രത്യേക കയ്യടിയുണ്ട്. പിന്നെ അഭിജിത്തെ ഒരു കാര്യം ചോദിക്കാണ്ട് മറന്നുപോയി. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അഭിജിത്തെ? എനിക്ക് അമ്മ, വൈഫ്. നീ എന്താ ആലോചിക്കുന്നത്? അമ്മ, വൈഫ്, മോൻ, ഞാൻ. അമ്മയുടെ പേരെന്തുവാ? സുഭദ്ര. സുഭദ്ര എന്ത് ചെയ്യുന്ന? ഹൗസ് വൈഫായിട്ട്. വൈഫോ? വൈഫ് വർക്കിംഗ് അല്ല, ഹൗസ് വൈഫാ. പേര്? രേവതി. മക്കള്? കുഞ്ഞിന്റെ പേര്? മോൻ ദൈവിക്. ഏത് ക്ലാസ്സിലാണ്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അത്രയായുള്ളൂ? ലേറ്റ് ആയിട്ട് കഴിച്ചതാ. എന്തായാലും ഒരു ദിവസം അവരെയൊക്കെ ആയിട്ടൊന്ന് വരണം. നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെ ഫാമിലീസിനെയും കൂടെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റിന്റെയും. അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയണം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇത് വളരെ മനോഹരമായിരുന്നു, നന്നായിരുന്നു. ഇനി ഇങ്ങനെയുള്ള സ്കിറ്റുകൾ തപ്പിയെടുത്ത് ശകലം കോമഡി കുറഞ്ഞാലും നമ്മൾ ചെയ്യുന്നതിൽ ഒരു പുതുമയുണ്ടല്ലോ, അത് മാത്രം മതി. അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പം തുമ്പിയുടെ തത്തയുടെ മാസം ഷാജൻ ചേട്ടാ, ഞാൻ ഇവർക്കൊരു 12,000 രൂപ കൊടുക്കും. 12,000 രൂപ. 12,000 രൂപ. നസീർക്ക? ഞാനൊരു 8,000 രൂപ കൊടുക്കുകയാണ്. അപ്പൊ ടോട്ടൽ 20,000 രൂപയായിട്ടുണ്ട്. പ്രകൃതി അത്യാവശ്യം ആ ഞരമ്പിന്റെയും കൂടെ ഉള്ള 1,000 കൂടെ ചേർത്ത്. അതെ 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 അതെ. പിന്നെ നമ്പർ പെട്ടെന്ന് ഓർത്തിരുന്നല്ലേ? പെട്ടെന്ന് അഭിജിത്ത് നമ്പർ ഓർത്തിരുന്നു. അത് ഉഗ്രം കൗണ്ടർ ആയിരുന്നു. 98 എന്താ പറഞ്ഞ ഒരു സാധനം? 98 ഞാനായിട്ടൊന്നും ഇനി പറയുന്നില്ല. ഞാനായിട്ടൊന്നും പറയുന്നു. ആ കൗണ്ടോട് ചേർത്തൊരു സാധനം. ടോട്ടൽ അടിപൊളി. കുട്ടിക്കും തത്തയ്ക്കും അപ്പനും അത് ഇഷ്ടം പോലെ ഭക്ഷണം അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. അവർ കഴിച്ചതിന്റെ ബാക്കി അപ്പം കഴിക്കാവുള്ളൂ. അപ്പൊ അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, താങ്ക് യു. ശരി, എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഇത് ഐറ്റം വേറെയുടെ സമയം കഴിഞ്ഞു. ഒരുപാട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, കുറച്ച് എപ്പിസോഡിന് ശേഷം കുടുംബത്തെ വന്ന് ചിരിച്ചതിന്റെ സന്തോഷം ഞങ്ങൾക്കും. നീ വന്നതിന്റെ ഒരു വലിയ സന്തോഷം. ക്ഷീണമൊക്കെ മാറി. അടിപൊളി. പറയൂ, നിങ്ങളുടെ ഒരു സന്തോഷം എന്നോട് പങ്കുവെക്കുക. എന്നെ മിസ് ചെയ്തായിരുന്നു. അല്ല, ചിരി കണ്ടാൽ മാറാത്ത ഏതെങ്കിലും അസുഖം ഉണ്ടോടാ? ഒരിക്കലും ഇല്ല. അതാണ്. പിന്നെ കുടുംബത്ത് വന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ക്ഷീണവും മാറും. എല്ലാം മാറും. പിന്നെ കൂട്ടത്തിൽ നല്ല നല്ല തമാശകൾ, പുതിയ ടീമുകൾ, പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പുതിയ കോണ്ടന്റുകൾ തപ്പിക്കൊണ്ടുവരുന്നു. ആ പുതുമ കാണുമ്പോ തന്നെ ഒരു സുഖമാണ്. അപ്പൊ തൽക്കാലം ഇന്നത്തെ സുഖം മതി. നാളെ സൂഹിക്കാം. ബാക്കി അടുത്ത എപ്പിസോഡിൽ സൂഹിക്കാം. അപ്പൊ നമ്മൾ ഇതുപോലെ ഉഗ്ര നൈറ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.